തന്നെ നമ്മളൊക്കെ ഒരു നിമിത്തമാണ്. ഒരു ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഏതൊരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു നിമിത്തമായി ഞാൻ ചെന്നു. എൻ്റെ അമ്മയുടെ പ്രായത്തിലൊരു അമ്മയെ എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചു. ആ അമ്മ യാതൊരു കുഴപ്പമില്ലാതെ ഇന്നലെ വൈകിട്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. വെള്ളം പറഞ്ഞു. അങ്ങനെ എൻ്റെ മുകളിലുണ്ടായിരുന്ന സഹപ്രവർത്തകരും നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് കുറേ വെള്ളം തലോഴി എനിക്കും അമ്മയ്ക്കും ഒഴിച്ചു തന്നു. അതുകൊണ്ടാണ് ഒരു ബോധക്കേട് വരാതെ എനിക്ക് അത്രയും നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയത്. 2018 സർവീസ് വിട്ടിട്ടും 2019 മുഖ്യമന്ത്രിയുടെ മെഡൽ ഫയർഫോഴ്സിന് എനിക്കായിരുന്നു കിട്ടിയത്. എനിക്ക് നിൽക്കാൻ നോക്കുന്നില്ല, ഞാനും അമ്മയും കൂടെ മറിഞ്ഞ് വെള്ളത്തിൽ പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു കയറിട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് മേളിൽ നിന്ന് എനിക്കൊരു റോപ്പ് ഇട്ട് തന്നു. ഞാൻ ആദ്യം ബലപ്പിച്ച് എൻ്റെ അരയിൽ ബലപ്പിച്ച് അമ്മയെ ഉയർത്തി എൻ്റെ കയ്യിൽ വെച്ച് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് നിൽക്കുമായിരുന്നു. പിന്നെ വേറെ കാറൊന്നും കിട്ടിയില്ല, എവിടുന്നോ ഈ കാറ് കൊണ്ടുവന്നാണ് പുള്ളി അരക്ക് കിട്ടിയത്. അന്നേരം എൻ്റെ മേളിൽ നിന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു, സാറേ റിസ്കിന് നിൽക്കേണ്ട, കയറിപ്പോരെ, നമുക്ക് ബാക്കി അല്ലാതെ എന്തെങ്കിലും നോക്കാം, ഫയർഫോഴ്സ് വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഇത്രയും ഇറങ്ങി, നമുക്കൊരു ജീവൻ കളയാൻ പറ്റത്തില്ല എന്നുള്ളൊരു വാശിയോടുകൂടാണ് താഴോട്ട് പോയത്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുത്തൂർ പോലീസ് സ്റ്റേഷന് മുന്നാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നാണ് ഒരു പോലീസുകാരൻ്റെ കർത്തവ്യം. അത് അക്ഷരം പ്രതി നിറവേറ്റിയ പുത്തൂർ SI ജയേഷ് സാറിൻ്റെ ഇന്നലത്തെ ഒരു പ്രവൃത്തി, അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ. ജയേഷ് സാറാണെങ്കിൽ ഇന്നൊരു അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു പൊട്ട കിണറിലേക്ക് എടുത്തു ചാടി. ഏതോ ഒരു ഭാഗ്യത്തിനാണ് അദ്ദേഹത്തിനും ജീവൻ തിരിച്ചു കിട്ടിയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ നന്മയുള്ള പ്രവൃത്തിക്ക് ഹൃദയത്തിൽ നിന്നും ഒരു സല്യൂട്ട്. സ്വന്തം ജീവന് പോലും ഒരു വില കൽപ്പിക്കാതെ എടുത്തു ചാടിയ വാർത്ത ഇന്നലെ സോഷ്യൽ മീഡിയ എല്ലാം വൈറലായിരുന്നു. എന്താണ് സാർ ശരിക്കും സംഭവിച്ചത്? അതിനകത്ത് ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന കാര്യം ഞാനും ചെയ്തുള്ളൂ. അത് വൈറലാവാനുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യം ഒരു സ്ഥലത്ത് ചെന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യം വിളി വന്നത് എനിക്കാണ്. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞില്ലേ, ആദ്യമേ ഒരു അമ്മ കിണറ്റിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം 99% നമ്മൾ മരണപ്പെട്ട് കാണുമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് ഫയർഫോഴ്സുകാരെ പോലും വിളിക്കാതെയാണ് നമ്മൾ അവിടെ ചെന്നത്. അതിൻ്റെ തരം നോക്കി ഫയർഫോഴ്സിനെ വിളിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവിടെ ചെന്നത്. അവിടെ ചെന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കിണർ ഒരു മൊത്തം കാട് മൂടി കിടക്കുന്നൊരു കിണറാണ്. രണ്ട്, അതിനകത്ത് നാട്ടുകാർ 1-2 പേര്, ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, സാറേ അതിൽ ഇറങ്ങാൻ നിൽക്കേണ്ട, കാരണം എയർ സർക്കുലേഷനെ കുറിച്ച് അറിയത്തില്ല, വെള്ളം കോരുന്ന കിണറല്ല, മോട്ടോർ മാത്രം ഉപയോഗിക്കുന്ന കിണറാണ്, വർഷങ്ങളായിട്ട് ഞങ്ങൾ അതിനകത്ത് ഒന്ന് ഇറക്കിയോ അല്ലെങ്കിൽ വെള്ളം കോരുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് നോക്കി, നമ്മളും മരണപ്പെട്ട് മുങ്ങിക്കിടക്കുന്ന ഒരു അമ്മയാണ് കണ്ടത്. പക്ഷേ അന്നേരമാണ് വളരെ സൂക്ഷ്മതയോടെ നോക്കിയപ്പോൾ അമ്മയുടെ മൂക്കിൻ്റെ ഭാഗത്ത് ചെറിയ കുമിളകൾ വരുന്നതായിട്ട് മനസ്സിലായി. അന്നേരം എന്തായാലും ഒരു ജീവൻ്റെ തുടിപ്പ് കാണുമെന്നുള്ളൊരു വിശ്വാസം. ഞാൻ ചോദിച്ച സമയത്ത് എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരമ്മയാണ്. നമ്മുടെ അമ്മമാരെ ഒന്നും നമുക്ക് പെട്ടെന്ന് കൈവിട്ട് കളയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പെട്ടെന്നൊരു മാനസികമായൊരു വിഷമം കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി നോക്കാം, പഴയ ഫയർഫോഴ്സിലുള്ള ഒരു പരിചയം കൂടെ ഉണ്ട്, ഞാൻ ഇറങ്ങി നോക്കാം, എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല, ജീവനുണ്ടെങ്കിൽ നമുക്ക് കൈവിട്ട് കളയാൻ പറ്റത്തില്ല എന്നുള്ളൊരു വാശിയോടെയാണ് ഇറങ്ങിയത്. പക്ഷേ പകുതി ഇറങ്ങിയപ്പോഴത്തേന് പേടിച്ചു പോയി. കാരണം 3-4 തൊടികൾ കഴിഞ്ഞപ്പോഴത്തേന് ഇടിയുന്ന തൊടിയായിരുന്നു. അതുപോലെ തന്നെ ഈ മേളിലും നിന്ന കാടിൻ്റെ മുഴുവൻ വേരും ഈ തൊടികളിലാണ് പറ്റിയിരിക്കുന്നത്. ആ കാട് മൊത്തം പറിച്ചു കളഞ്ഞ് വേണം നമുക്ക് താഴോട്ട് ഇറങ്ങാൻ. അങ്ങനെ വേര് വലിച്ചിളക്കുന്ന വഴിക്ക് ഈ തൊടി ഇടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എൻ്റെ മേളിൽ നിന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു, സാറേ റിസ്കിന് നിൽക്കേണ്ട, കയറിപ്പോരെ, നമുക്ക് ബാക്കി അല്ലാതെ എന്തെങ്കിലും നോക്കാം, ഫയർഫോഴ്സ് വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഇത്രയും ഇറങ്ങി, നമുക്കൊരു ജീവൻ കളയാൻ പറ്റത്തില്ല എന്നുള്ളൊരു വാശിയോടുകൂടാണ് താഴോട്ട് പോയത്. താഴെ ചെന്നപ്പോഴും അതിലും റിസ്ക് ആയിരുന്നു. കാരണം ചവിട്ടി നിൽക്കാൻ തൊടിയില്ല. അതുപോലെ ചവിട്ടുന്ന തൊടി മൊത്തം തെറ്റുന്ന തൊടിയാണ്. നമ്മൾ 2 കാലും മാക്സിമം വൈഡായിട്ട് കാലകത്തി വെച്ച് വിരലിങ്ങനെ ഇടിച്ച് കയറ്റി നിന്നാണ് രക്ഷപ്പെട്ടത്. അതുപോലെ ആ മോട്ടറിൻ്റെ പൈപ്പ് കയറുന്നത്, പൈപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ അതിനകത്ത് ഇറങ്ങിപ്പോകാൻ പറ്റിയത്. ആ പൈപ്പിൻ്റെ ഇടയ്ക്ക് വിരൽ കൊരുത്ത് വെച്ചാണ് നിൽക്കാൻ പറ്റിയത്. പെട്ടെന്ന് അമ്മയെ ഉയർത്തി എൻ്റെ കയ്യിലോട്ട് വെച്ച സമയത്ത് ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുത്തപ്പോൾ അമ്മയുടെ വായിൽ നിന്ന് മൂക്കിൽ നിന്ന് കുറച്ച് വെള്ളം പോയി, ചെറിയൊരു ശ്വാസം പോലെ അടിക്കുകയും ചെയ്തു. അപ്പോഴത്തേനാണ് നമുക്ക് ആശ്വാസം, എന്തായാലും രക്ഷപ്പെടുമെന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കാൻ നോക്കുന്നില്ല, ഞാനും അമ്മയും കൂടെ മറിഞ്ഞ് വെള്ളത്തിൽ പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു കയറിട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് മേളിൽ നിന്ന് എനിക്കൊരു റോപ്പ് ഇട്ട് തന്നു. ഞാൻ ആദ്യം ബലപ്പിച്ച് എൻ്റെ അരയിൽ ബലപ്പിച്ച് അമ്മയെ ഉയർത്തി എൻ്റെ കയ്യിൽ വെച്ച് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് നിൽക്കുമായിരുന്നു. പിന്നെ ആദ്യം ഒരു കസേര ഇറക്കി തന്നു. പക്ഷേ അമ്മ പറഞ്ഞ പോലെ ഒരു ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഒരു വല്ലാത്തൊരവസ്ഥയിൽ, ശരീരമെല്ലാം സ്റ്റിഫായ ഒരു അവസ്ഥയിലായിരുന്നു. അന്നേരം നമുക്ക് അങ്ങനെ ഒരാളെ ഒരു കസേരയിൽ കയറ്റൽ പാടാണ്. അന്നേരം ഞാൻ തിരിച്ച് കസേര എടുത്തോളാൻ പറഞ്ഞു. എനിക്ക് സേഫായി നിൽക്കാൻ ഒരു ലാഡർ ഇറക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു 15 അടിയുടെ ലാഡർ അവർ ഇറക്കി തന്നു. ഈ ലാഡർ കണ്ടിട്ട് അതിനകത്ത് ചവിട്ടി നിൽക്കാമെന്നുള്ളൊരു ധൈര്യത്തിലാണ് ഇറക്കിയത്. പക്ഷേ 15 അടി ലാഡർ എത്രയോ അടി താഴ്ചയിലോട്ട് ഇറങ്ങിപ്പോയി. അത്രയും വെള്ളം ഉണ്ടായിരുന്നു. പിന്നീട് തിരക്കിയപ്പോഴാണ് 25 അടി കൂടുതൽ വെള്ളമുള്ള കിണറാണ് അതൊന്നും മനസ്സിലായത്. അതുപോലെ എയർ സർക്കുലേഷനും ഇല്ല, വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ എല്ലാവരോടെയും പറഞ്ഞല്ലോ തന്നെ, നമ്മളൊക്കെ ഒരു നിമിത്തമാണ്. ഒരു ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഏതൊരു ഉദ്യോഗസ്ഥൻ്റെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു നിമിത്തമായി ഞാൻ ചെന്നു. എൻ്റെ അമ്മയുടെ പ്രായത്തിലൊരു അമ്മയെ എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചു. ആ അമ്മ യാതൊരു കുഴപ്പമില്ലാതെ ഇന്നലെ വൈകിട്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. അമ്മയെ ഇനിയും കാണണം, അമ്മയ്ക്ക് എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷമങ്ങളൂടെ തിരിച്ചറിഞ്ഞ് അതിനുള്ളൊരു പരിഹാരം കൂടി ആയെങ്കിൽ മാത്രമേ പോലീസിൻ്റെ ജോലി തീരുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
അന്നേരം ഇന്നൊരു ദിവസം കൂടെ അമ്മയൊന്ന് റിലാക്സ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. നാളെ ഒന്ന് പോയി കണ്ടതിൻ്റെ കാര്യങ്ങളൊന്നും തിരക്കി അതിൻ്റെ അനന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടെ ആദ്യം എത്തേണ്ടത് ഫയർഫോഴ്സ് ആയിരുന്നല്ലോ. അവർ ആരെയും കോൺടാക്ട് ചെയ്ത് എത്തിയില്ലേ ഫയർഫോഴ്സ്? അതിനകത്ത് തൊട്ട് മുകളിലാണ് ഹനുമാൻ കോവിൽ, നമ്മുടെ വെണ്ടാറ് ഹനുമാൻ കോവിലിൻ്റെ തൊട്ട് താഴെയുള്ള വീടാണ്. എൻ്റെ ഇവിടെ SIയുടെ നമ്പറെല്ലാം എല്ലാവരുടെ കയ്യിലും ഉള്ളതുകൊണ്ടായിരിക്കാം ആദ്യമേ വിളി വന്നത് എനിക്കാണ്. ഞാൻ അന്നേരം അവരെൻ്റെ കൂടെ പറഞ്ഞു, സാറേ ഫയർഫോഴ്സിനെ അറിയിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ അറിയിച്ചോ, പക്ഷേ അവരുടെ കയ്യിൽ നമ്പർ ഇല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ചെന്ന് സാധാരണ മരണപ്പെട്ട ഒരു ബോഡിയാകുമ്പം ഏത് രീതിയിൽ എടുക്കാമെന്നൊക്കെ നമ്മളൊന്ന് നോക്കിയതിന് ശേഷം വിളിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ ചെന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ജീവനുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സിനെ വിളിച്ചത് കൊട്ടാരക്കരയാണ്, നമ്മുടെ സ്റ്റേഷൻ പരിധി കൊട്ടാരക്കര വിളിച്ചു. അവരന്നേരം കോൾ സ്വീകരിച്ചു. അവരേതോ ഒരു കോളിന് പോയേക്കുവാണെന്ന് പറഞ്ഞതിനാൽ അവർ തന്നെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് ശാസ്താംകോട്ടയ്ക്ക് കൊടുത്തു. ശാസ്താംകോട്ടയിൽ നിന്നാണ് ഫയർഫോഴ്സിൻ്റെ ടീം ഇവിടുത്തേന് വന്നത്. പക്ഷേ ഇത്രയും ഓടി വരാനുള്ള ഡിലേയും അതുപോലെ തന്നെ ഈ കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള ഡിലേ കൊണ്ടാണ് കുറച്ച് ഡിലേ അവർക്ക് വന്നതായിട്ടുള്ളത്. നോർമൽ ഡിലേ ആണ്. ഈ സമയത്ത് അമ്മയെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ അമ്മയെ അത്രയും സമയം വെള്ളത്തിന് മുകളിൽ ഉയർത്തി നിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയുള്ള ദൗത്യം. അത് ഇത്തിരി ക്ഷീണത്തോടാണെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇതിനകത്ത് 2-3 ബുദ്ധിമുട്ടുകൾ. ഒന്ന്, അവസാനമായപ്പോഴത്തേനും എയർ സർക്കുലേഷൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോഴത്തേനും ഞാൻ താഴ്ന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, മേളിൽ നിന്ന് ഒരു ഇത്തിരി വെള്ളം കോരി ഒഴിച്ചോളം പറഞ്ഞു. അങ്ങനെ എൻ്റെ മേളിലുണ്ടായിരുന്ന സഹപ്രവർത്തകരും നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് കുറേ വെള്ളം തലോഴി എനിക്കും അമ്മയ്ക്കും ഒഴിച്ചു തന്നു. അതുകൊണ്ടാണ് ഒരു ബോധക്കേട് വരാതെ എനിക്ക് അത്രയും നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയത്. രണ്ടാമത് ഈ അമ്മയെ ഇതിനകത്ത് കയറ്റിയും എല്ലാം കൂടെ ചെയ്തപ്പോൾ വളരെ ക്ഷീണിച്ചു. ഫയർഫോഴ്സുകാർ വന്നപ്പോൾ തന്നെ പറഞ്ഞു, സാറേ ഞങ്ങൾ ഇറങ്ങി വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം എയർ സർക്കുലേഷന് ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ തൊടി ഇടിയുന്നതുമാണ്. ആ തൊടി ഇടിഞ്ഞ് ഇറങ്ങുന്ന ഒരാൾ എൻ്റെ മുകളിലോട്ടോ അല്ലെങ്കിൽ അമ്മയുടെ മുകളിലോട്ടോ വീണാൽ വീണ്ടും ഒരു അപകടം നടക്കും. അതുപോലെ താഴെ ഇറങ്ങി വന്നാൽ വീണ്ടും എയർ സർക്കുലേഷൻ്റെ കുറവുകൊണ്ട് ഞാൻ ഉപയോഗിക്കേണ്ട എയർ വീണ്ടും ഒരാളോട് ഷെയർ ചെയ്താൽ അത്ര എയർ വീണ്ടും കുറയും, ഞങ്ങൾ 3 പേര് ക്ഷീണിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഇറങ്ങണ്ട, നിങ്ങൾ എനിക്ക് താഴേക്ക് നെറ്റ് ഇട്ട് തന്നാൽ മതി, ഞാൻ നോക്കി ചെയ്യാമെന്ന് പറഞ്ഞ് അവരുടെ സഹായത്തോടുകൂടിയാണ് നെറ്റിൽ അമ്മയെ മുകളിലേക്ക് എത്തിച്ചത്. മുകളിലേക്ക് എത്തിച്ചപ്പോഴത്തേന് ഇപ്പോൾ ഇത്ര നേരത്തെ അധ്വാനം കൊണ്ടും സ്ഥിരം പരിചയമില്ലാത്തൊരു ജോലി ഇപ്പം ചെയ്തതുകൊണ്ടും പിന്നെ എയർ സർക്കുലേഷൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടും എനിക്ക് ചെറിയൊരു ബോധക്ഷയം പോലെ ഉണ്ടായി. ബുദ്ധിമുട്ടൊന്നുമില്ല, അന്നേരം തന്നെ അത് മാറി. മൂടിക്കിടന്നൊരു കിണറ്റിലാണ്. ഇതൊരു കിണറിലേക്ക് ഇറങ്ങാൻ നേരത്ത് നമുക്കൊരു പരിചയമില്ലാതെ കിണറിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു ഭയം ഒന്നും ഫീൽ ചെയ്തില്ലേ? അത് ഒരു ഭാഗ്യം. കാരണം ഞാൻ കഴിഞ്ഞ 11 കൊല്ലം 2007 തൊട്ട് 18 വരെ കേരള ഫയർ സർവീസിൽ ഫയർമാനായിട്ട് ജോലി ചെയ്ത ആളാണ്. എൻ്റെ കൂടുതൽ കാലം ജോലി ചെയ്തത് ഞാൻ കൊല്ലം ജില്ലയിലെ കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. കുണ്ട്രയെക്കുറിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ അവിടുത്തെ കിണറുകൾ തിരക്കിയാൽ അറിയാം. 100-150 അടി താഴ്ചയുള്ള, ഏതാണ്ട് 10-150 തൊടിയുള്ള കിണറുകളാണ് അവിടെ ഉള്ളത്. 2-3 ലെയറായിട്ടുള്ള കിണറുകളാണ്. അവിടെ ഇഷ്ടംപോലെ കിണറ്റിൽ വീഴ്ച സാധാരണമാണ്. അവിടെ ഉണ്ടാകുന്ന അൺനാച്ചുറൽ ഡെത്തുകൾ കൂടുതലും കിണറ്റിൽ വീണ് മരണപ്പെടുന്നതാണ്. ആ ബോഡി എടുക്കുക എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ആണ്. കാരണം തൊടിയിൽ അടിച്ചടിച്ച് നാശമായി ചന്നം ചിഹ്നമായ ബോഡികളായിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. അത്തരത്തിലുള്ള ബോഡികൾ ഒത്തിരി എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. 10-30ഓളം ആൾക്കാരെ എനിക്ക് കിണറ്റിനകത്ത് നിന്ന് രക്ഷപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. തമാശയ്ക്കെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ പറയുന്ന പോലെ 2018 സർവീസ് വിട്ടിട്ടും 2019 മുഖ്യമന്ത്രിയുടെ മെഡൽ ഫയർഫോഴ്സിന് എനിക്കായിരുന്നു കിട്ടിയത്. 5 അടി താഴ്ചയിലോട്ട് വെള്ളം കിടക്കുക. അതിൻ്റെ മേളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം 1 മണിക്കൂറോളം ആ അമ്മയെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാണ് ആ ഫയർഫോഴ്സ് വന്നത്. അവരാണ് വടം വിട്ടുകൊടുത്ത് രക്ഷപ്പെടുത്തിയത് തന്നെ. അദ്ദേഹം അത്രയും നേരം അവിടെ നിന്ന് റിസ്ക് എടുത്താൽ നിന്നതെന്നുള്ളതാണ്. തൊടി തെറ്റി പോകുന്ന രീതിയിലാണ്. വേറെ കാറൊന്നും കിട്ടിയില്ല. എവിടുന്നോ ഈ കാറ് കൊണ്ടുവന്നാണ് പുള്ളി അരക്ക് കിട്ടിയത്. അരക്ക് പിന്നെ വേറെ കാര്യമുണ്ട്, അങ്ങനെ അദ്ദേഹം ഫയർഫോഴ്സിൽ വർക്ക് ചെയ്താ. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യം പുള്ളിക്കുണ്ട്. ഫയർഫോഴ്സ് വന്നിട്ടും നോക്കുമ്പോൾ SI അനധിക്കുക.